ഹായ് GST പ്രൊഫഷണൽസ്. അരവിന്ദ് ഇവിടെ GST5 ഇന്ത്യയിൽ നിന്നാണ്. വലിയ അപ്ഡേറ്റ്. 2025 ജൂലൈ മുതൽ നിങ്ങളുടെ GST R3Bയിലെ ടേബിൾ 3.2യിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈകൾക്ക് ഓട്ടോ ഫിൽഡായ വാല്യൂസ് ഇനി GST പോർട്ടലിൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. സിസ്റ്റം ജനറേറ്റഡ് വാല്യൂസ് ഉപയോഗിച്ചായിരിക്കും ഇനി നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. ഇത് അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്, കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ്, UIN ഹോൾഡേഴ്സ് എന്നിവർക്കുള്ള സപ്ലൈകൾക്കാണ് ബാധകമായത്. ഇത് മുൻപ് അനൗൺസ് ചെയ്തിരുന്നു, പക്ഷേ ടാക്സ് പേയേഴ്സിന്റെ ഫീഡ്ബാക്ക് മൂലം ഒരു കാലം നിർത്തിയിരുന്നു. ഇനി ഇത് വീണ്ടും വരുന്നു. അതിനാൽ ഒരുങ്ങി നിൽക്കൂ. ജൂലൈ 2025 ശേഷം ടേബിൾ 3.2ൽ പിശക് കണ്ടാൽ അത് GST R3Bയിൽ മാറ്റാൻ കഴിയില്ല. പകരം GST R1A ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഭാവിയിലുള്ള GST R1 അല്ലെങ്കിൽ IFF ഉപയോഗിച്ചോ നിങ്ങളുടെ വിശദാംശങ്ങൾ തിരുത്തുക. അതിനുശേഷം പോർട്ടൽ അവിടെ നിന്നാകും തിരുത്തലുകൾ എടുക്കുക. കീ പോയിന്റ് എന്താണ്? നിങ്ങളുടെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് എല്ലാം GST R1, GST R1A അല്ലെങ്കിൽ IFFൽ ശരിയായി റിപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ടേബിൾ 3.2യിൽ ശരിയായ വാല്യൂസ് തന്നെയാകും ഓട്ടോമാറ്റിക്കായി വരിക. ഇനിയും ആശങ്കപ്പെടേണ്ട. GST R3B ബിഫോർ ഫയൽ ചെയ്യുന്നതിന് മുൻപ് GST R1A ഫയൽ ചെയ്യാൻ ഡെഡ്ലൈൻ ഒന്നുമില്ല. GST R3B ഫയൽ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് GST R1Aയിൽ പിശകുകൾ തിരുത്താൻ കഴിയും.